എമിൽ സുമേഷ് ഒരു വളരെ ടച്ചിങ് ആയ ഒരു പെർഫോമൻസ് ആണ്. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് എനിക്ക് കരച്ചിൽ വരും. നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. റോമിയോ ജൂലിയറ്റ്. എമിൽ സുമേഷ്, ഹായ്, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു പെർഫോമൻസ് വൈസ്? നന്നായി ചെയ്തു. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതിൻ്റെ തീം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ടീം എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ചേട്ടനാണ്, എൻ്റെ 2 അനിയന്മാരാണിത്. പക്ഷേ ഇവന് കണ്ണ് കാണില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഞാനിവരെ കെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കോൺസെപ്റ്റ് വൈസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു ഒരു ഹാർട്ട് ടച്ചിങ് ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എടുത്തത്. അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ എനിക്ക് സിൻസിയറായിട്ടൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ മൂമെൻറ്റ്സ് എനിക്ക് ഈ ഒരു സോങ്ങിൻ്റെ കൂടെ എനിക്ക് സിങ്ക് ആയതായിട്ട് തോന്നുന്നില്ല. മേ ബി നിങ്ങളുടെ പ്രീവിയസ് പെർഫോമൻസിലും എല്ലാം ഇതേപോലത്തെ മൂമെൻറ്റ്സ് കണ്ടിട്ടുള്ളതുകൊണ്ടാവാം. അത് ഒരു എന്തോ ആ ഒരു കോൺസെപ്റ്റ് ഇതുമായിട്ട് സിങ്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ലെറ്റ്സ് സീ. ഓൾ ദി ബെസ്റ്റ്. Thank you. Laila Majnu, what are your comments? Hi Sumesh and well, choreography was good, but కొంచెం బెటర్ ആയിട്ട് ഉണ്ടാവും. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എന്താ പറയുക, സ്റ്റൈൽ ഈ സോങ്ങിന് കൊറിയോഗ്രാഫി ചെയ്യുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. യു ജസ്റ്റിഫൈഡ് ദറ്റ് കൊറിയോഗ്രാഫി. സത്യമായിട്ട് പറഞ്ഞെങ്കിൽ ഈ സോങ് മോണ്ടാജ് ആയിട്ടാണ് ഫിലിമിൽ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തു. കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാമുള്ള രീതിയാണ്. പക്ഷേ ദ പെർഫോമൻസ് വാസ് ഗുഡ്. ഇറ്റ് വാസ് നോട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് ഗുഡ്. സോ ലെറ്റ്സ് സീ. താങ്ക് യു സർ. താങ്ക് യു. ശാന്തി മാസ, റോമിയോ ജൂലിയറ്റ് പറഞ്ഞ പോലെ. ഓക്കേ, താങ്ക് യു. സി ഒരു മെലഡി സോങ് റൗണ്ട് ഇപ്പോൾ ഒരു ബോയ് ഗേൾ വന്നാൽ ദേ കെൻ ഡു എ റൊമാൻറ്റിക് ഒരു ഡുവേറ്റ്. ഇത് ദർ ആർ വെറൈറ്റീസ്. ഇപ്പോൾ ഓരോരോ കൊറിയോഗ്രാഫർ ഓരോരോ മാതിരി കൺസീവ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ഒരു മെലോഡി റൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യു ടുക്ക് എ വെരി ബ്യൂട്ടിഫുൾ, നല്ല ഒരു മെലോഡി സോങ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. എനിക്ക് സിമ്പത്തി, സെൻറ്റിമെൻറ്റ്സ് അതെല്ലാം അല്ല. എൻ്റെ ഒരു വ്യൂ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഭയങ്കര പാവപ്പെട്ട, വളരെ ടച്ചിങ്, ഒരു ഭയങ്കര ഇമോഷണലായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഇതിലൂടെ നിങ്ങൾ കാണിച്ച ആ ഡാൻസ് എന്താണെന്നറിയോ, കോണ്ടംപററി സ്റ്റൈലിലാണ്. ആ പെയിന് നമുക്ക് തോന്നിക്കാനുള്ള ഒരു കൺവേയിങ് ആയിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സ് ആയിരുന്നു. വെരി ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്. അത് നന്നായിട്ട് വളരെ ഡീപ്പായിട്ട് അത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഓരോരോ വരി അത് അനുസരിച്ചിട്ടായിരുന്നു എമിൽ ചെയ്ത ആക്ഷൻസ് ഒക്കെ. ഐ ഫെൽറ്റ് ദിസ് വാസ് ഓസം കൊറിയോഗ്രാഫി, ഓസം പ്രസന്റേഷൻ, ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ്, ബ്രില്യൻസ്. അതായത് ഫുൾ നിങ്ങൾ ഡാൻസ് ചെയ്തിരുന്നാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ കണ്ടംപററി സ്റ്റൈൽ ഡാൻസ് ആയിരിക്കും. യു ഗോട്ട് എ കോൺസെപ്റ്റ്, അതാ വെറൈറ്റി. ഓരോരാൾ എങ്ങനെ കൺസീവ് ചെയ്യും. ഐ ലവ് ദിസ് പെർഫോമൻസ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. അപ്പോൾ ശാന്തി മാസ്റ്റർ ഇസ് വെരി മച്ച് ഹാപ്പി വിത്ത് യുവർ പെർഫോമൻസ്. റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ദി ഹാഡ് കുറച്ച് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. നമുക്ക് മാർക്സിൽ നോക്കാം എങ്ങനെയാണ്. റോമിയോ ജൂലിയറ്റ് 6.5 out of 10. 6.5 out of 10. ഓക്കെ. ലൈല മജ്നു 7.5 on 10. 7.5 on 10. Shanti Master 9.5 on 10. 9.5 out of 10. That's awesome. 23.5 out of 30. Very nice marks. I'm 100% sure ee performance കാണുന്ന എല്ലാവരും at least once they will feel, you know, ഒരു love, brothers ന്റെ ഒരു sentiments, ആ ഒരു love feel എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. But I feel so much, I can't help myself but like giving you all a hug. Okay, അപ്പോൾ congratulations. അടുത്ത റൗണ്ട് നന്നായിട്ട് ചെയ്യാൻ രണ്ടുപേരും. ആനന്ദിന്റെ പെർഫോമൻസ് കണ്ടതിൽ 3 മിസ്റ്റേക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, ഈ ഒരു മൂവ്മെന്റ് അല്ലേ,
അതിന് പകരം ആനന്ദ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മൂമെന്റ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഒരു ലോജിക് ഇല്ല. അവിടെ കരയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വലയെറിയുന്നു, മീൻ പിടിക്കുന്നു. അപ്പോൾ അതിന് പകരം വല നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കായിരുന്നു. പിന്നെ മൂന്നാമത്തത് ആനന്ദ് കൊഞ്ചമല്ല, മിക്കവാറും പാടിയില്ല. നമുക്ക് ഹിന്ദി സിനിമകളെ കാണുന്ന ഒരു പാട്ട് മാതിരി തന്നെയായിരുന്നു ഫോർമേഷൻസ് ഇവർ ഇതെല്ലാം. പക്ഷേ കൂടെ വന്ന പിള്ളേർ ഇച്ചിരി പ്രായം കുറവുള്ള പിള്ളേരായതുകൊണ്ട് നിങ്ങളുടെ പ്രായത്തിന് ഒരു മാച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. कोली